നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം റിവാൾഡോയെക്കുറിച്ചാണ് ഈ വീഡിയോ. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തിയ ഒരു അസാധാരണ പോരാട്ട വീര്യത്തിൻ്റെ കഥയാണ് റിവാൾഡോയുടേത്. വടക്കുകിഴക്കൻ ബ്രസീലിലെ റെസീഫെ പട്ടണത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെയായിരുന്നു റിവാൾഡോയുടെ ബാല്യം. പോഷകാഹാരക്കുറവ് മൂലം ആരോഗ്യക്കുറവുണ്ടായിരുന്ന ഒരു കുട്ടി. ആ ബാല്യം റിവാൾഡോയുടെ ശരീരത്തിൽ അവശേഷിപ്പിച്ചത് ഒരിക്കലും മാച്ചുകളയാനാകാത്ത പാടുകളാണ്. വൈറ്റമിൻ കുറവ് കാരണം വളരെ ചെറുപ്പത്തിലെ പല്ലുകൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട റിവാൾഡോയ്ക്ക് ബാല്യം ദുരിതമയമായിരുന്നു. എന്നാൽ ഈ ദുരിതങ്ങൾക്കിടയിൽ ജീവിതത്തിൽ മുന്നേറണമെന്ന വാശി അവനിൽ ദൃഢമായി. തെരുവിൽ നിരന്തരം ഫുട്ബോൾ കളിച്ച അവന് ഒരിക്കലും ക്ഷീണം തോന്നിയില്ല. ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കെ ഒരിക്കൽ അയാൾ പറഞ്ഞു, ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ മാത്രമേ എന്താണ് ദാരിദ്ര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകൂ. ദിവസത്തിൻ്റെ നല്ലൊരു സമയവും പണിയെടുക്കുകയും ചെറിയൊരു വേതനം മാത്രം ലഭിക്കുകയും മിക്കപ്പോഴും വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടുകയും എല്ലാം സഹിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുക എന്നത് എന്താണെന്ന് അതെല്ലാം അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ആ സാഹചര്യങ്ങളിൽ സ്വപ്നം കാണുന്നത് പോലും ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മാതാപിതാക്കളുടെ 5 മക്കളിൽ മൂന്നാമനായിരുന്ന റിവാൾഡോ റെസിഫെ പട്ടണത്തിലെ അധികമാരും കടന്നു ചെല്ലാത്ത ഒരു ചേരി പ്രദേശത്താണ് വളർന്നത്. ആഴ്ചാവസാനം പൂന്തോട്ടങ്ങളിലെ കളപൊറിച്ചും നഗരത്തിലെ പ്രസിദ്ധമായ ബീച്ചുകളിൽ കറങ്ങി നടന്ന് ചൂയിങ്കമ്മും ഐസും വിൽക്കുകയും ചെയ്ത് കഴിയാവുന്നത്ര പണമുണ്ടാക്കി അവൻ തൻ്റെ മാതാപിതാക്കളെ സഹായിച്ചു. ഫുട്ബോൾ മത്സരങ്ങൾക്കുള്ള ദിവസങ്ങളിൽ അവൻ അതിനും പോയി. നഗ്നപാതുകനായി ഫുട്ബോൾ കളിക്കുന്നത് അവൻ ശരിക്കും ആസ്വദിച്ചു. സീക്കോയും മറഡോണയുമായിരുന്നു കളിയിലെ അവൻ്റെ ദൈവങ്ങൾ. ഒരു ചുള്ളിക്കമ്പ് പോലെ മെലിഞ്ഞിരുന്ന അവൻ്റെ കളി പക്ഷേ സകലരെയും അമ്പരപ്പിച്ചു. പന്ത് സ്വന്തം കാലിൽ ഒട്ടിയതുപോലെയായിരുന്നു അവന്. ആ മെലിഞ്ഞ ശരീരം വെച്ച് അവൻ പായിച്ച ഷോട്ടുകളുടെ കരുത്ത് കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടി. എല്ലാ ദുരിതങ്ങളും മറന്ന് അവൻ ഫുട്ബോൾ കളിച്ചു. യഥാർത്ഥത്തിൽ ഫുട്ബോളാണ് ദുരിതങ്ങൾ മറക്കാൻ അവനെ സഹായിച്ചത്. 13-ാമത്തെ വയസ്സിലാണ് അച്ഛൻ റോമിൽഡോ അവന് ആദ്യമായി ഒരു ജോഡി ബൂട്ട് വാങ്ങിക്കൊടുക്കുന്നത്. 3 വർഷത്തിന് ശേഷം സാന്റാക്രൂസ് അവനെ ട്രയൽസിന് ക്ഷണിച്ചു. നേരത്തെ സാന്റാക്രൂസിൻ്റെ യൂത്ത് ടീമിനൊപ്പമാണ് അവൻ പരിശീലിച്ചിരുന്നത്. എന്നാൽ ട്രയൽസിന് 2 ആഴ്ച മുമ്പ് ബസ്സിടിച്ച് അവൻ്റെ അച്ഛൻ മരിച്ചു. ഹൃദയവേദന കൊണ്ട് നുറുങ്ങിപ്പോയ റിവാൾഡോ ഫുട്ബോൾ ഉപേക്ഷിച്ച് സാഹചര്യങ്ങൾക്ക് കീഴടങ്ങാൻ തീരുമാനിക്കുന്നു. അതല്ലാതെ മറ്റൊരു മാർഗം അവൻ്റെ മുമ്പിലുണ്ടായിരുന്നില്ല. സന്തോഷവും വിജയവും തന്നെപ്പോലെ ചേരിപ്രദേശത്തു നിന്ന് വരുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്ന് അവൻ സ്വന്തം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നാൽ കാലം മറ്റൊന്നാണ് റിവാൾഡോയ്ക്ക് വേണ്ടി കാത്തുവച്ചിരുന്നത്. അവൻ്റെ അമ്മ മാർലൂസിയ ഇടപെട്ട് അവൻ്റെ മനസ്സ് മാറ്റുന്നു. അമ്മ അവനോട് പറഞ്ഞു, നിന്നെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി കാണുക എന്നതിലപ്പുറം മറ്റൊന്നും നിൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ അച്ഛൻ എന്താണോ ആഗ്രഹിച്ചത് നീ അതാവുക. ഒടുക്കം സ്വന്തം അച്ഛൻ എന്താണോ ആഗ്രഹിച്ചത് റിവാൾഡോ അതായി. ഒരു പക്ഷേ അച്ഛൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തത്ര ഉയരത്തിൽ അയാളെത്തി. സാന്റാക്രൂസിൻ്റെ ട്രയൽസ് അവൻ വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ പുതിയ വെല്ലുവിളികളാണ് റിവാൾഡോയെ കാത്തിരുന്നത്. സാന്റാക്രൂസിൻ്റെ പരിശീലന കേന്ദ്രം റിവാൾഡോയുടെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയായിരുന്നു. അച്ഛൻ്റെ മരണത്തോടെ വരുമാനം പകുതിയായതോടെ വീട്ടിൽ നിന്ന് പരിശീലന കേന്ദ്രത്തിലേക്കും തിരിച്ചുമുള്ള 30 കിലോമീറ്റർ ദൂരം നടന്നു പോകാൻ അവൻ നിർബന്ധിതനായി. പരിശീലനം കഴിഞ്ഞ് ഏറെ ക്ഷീണിതനായാണ് അവൻ വീട്ടിലെത്തിയത്. പിറ്റേന്ന് പരിശീലനത്തിന് പോകുന്നതും ക്ഷീണിതനായിട്ടായിരുന്നു. ഫുട്ബോളിനായി ഇത്രയൊക്കെ അർപ്പണ മനോഭാവം കാണിച്ചിട്ടും നല്ലൊരു വാക്ക് അവന് കിട്ടുന്നത് അപൂർവമായിട്ടായിരുന്നു. അയാളെ കരിയറിലുടനീളം അത്യന്തം പരുഷമായിട്ടാണ് ലോകം വിശകലനം ചെയ്തത്. ചുരുങ്ങിയത് ബ്രസീലുകാരെങ്കിലും. സാന്റാക്രൂസിന് വേണ്ടി സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളായിരുന്നു അയാളുടേത്. ഇതോടെ ക്ലബിൻ്റെ തോൽവികളുടെ എല്ലാം പഴി അവൻ്റെ മേലിൽ വരികയും അവനൊരു ബലിയാടായി മാറുകയും ചെയ്തു. അവനോട് ആർക്കും തീരെ ബഹുമാനമില്ലായിരുന്നു. ഒരു തരത്തിലുള്ള പരിഗണനയും അവന് കിട്ടിയില്ല. ആരാധകരും പരിശീലകരും ഒരുപോലെ അവനെ അവഗണിച്ചു. എന്നാൽ അതിനുശേഷമുള്ള കാലത്ത് അവന് ഏറെ പ്രശംസ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും അവൻ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടില്ല.
1993 കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കുമ്പോൾ ആദ്യ 11-ൽ ഇറങ്ങിയ 58 മത്സരങ്ങളിൽ അയാൾ 22 ഗോളാണ് അടിച്ചത്. 1993 മെക്സിക്കോക്കെതിരെ ബ്രസീൽ സീനിയർ ടീമിന് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറിയ റിവാൾഡോ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ചു. 1996 ഒളിമ്പിക്സിനുള്ള ബ്രസീൽ ടീമിൽ റിവാൾഡോയും ഉൾപ്പെട്ടിരുന്നു. അത്തവണ ബ്രസീൽ വെങ്കല മെഡൽ നേടി. 3-ാം സ്ഥാനത്തിനായുള്ള ആ മത്സരത്തിൽ പക്ഷേ റിവാൾഡോ കളിച്ചിരുന്നില്ല. 1998 ലോകകപ്പിൽ റിവാൾഡോ 3 ഗോൾ അടിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്കിനെതിരെ നേടിയ ഇരട്ട ഗോൾ ഉൾപ്പെടെയായിരുന്നു ഇത്. ഫൈനലിൽ ബ്രസീൽ ഫ്രാൻസിനോട് എതിരില്ലാത്ത 3 ഗോളിന് തോറ്റു. 1999 കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ചാമ്പ്യന്മാരായപ്പോൾ റിവാൾഡോ ആയിരുന്നു ടോപ്പ് സ്കോറർ. 5 ഗോളാണ് അയാൾ അടിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ ഗോൾ നേടിയ റിവാൾഡോ ഫൈനലിൽ ഉറുഗ്വേക്കെതിരെ ഇരട്ട ഗോളടിച്ച് ബ്രസീലിനെ ചാമ്പ്യന്മാരാക്കി. എതിരില്ലാത്ത 3 ഗോളിനാണ് ബ്രസീൽ ഉറുഗ്വേയെ തോൽപ്പിച്ചത്. ടൂർണമെന്റിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി റിവാൾഡോ തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 ഒളിമ്പിക്സ് മുതൽ ബ്രസീൽ ചാമ്പ്യന്മാരാകാത്ത ടൂർണമെന്റിലെല്ലാം പഴികേട്ടിരുന്നത് റിവാൾഡോ ആയിരുന്നു. 2000 നവംബറിൽ കൊളംബിയക്കെതിരെ എതിരില്ലാത്ത 1 ഗോളിന് ബ്രസീൽ ജയിച്ച മത്സരത്തിൽ റിവാൾഡോയെ കാണികൾ നിരന്തരം കൂകി വിളിച്ചിരുന്നു. തുടർന്ന് രാജ്യത്തിനു വേണ്ടി കളിക്കുന്നതിൽ നിന്ന് താൻ വിരമിക്കുമെന്ന് റിവാൾഡോ ഭീഷണി മുഴക്കി. റിവാൾഡോയുടെ കരിയറിലെ ഏറ്റവും മികച്ച കാലം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2002 ലോകകപ്പായിരുന്നു അത്. റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ എന്നിവരോടൊപ്പം റിവാൾഡോ കൂടി ഉൾപ്പെട്ട ബ്രസീലിന്റെ ആക്രമണ നിര ആ ലോകകപ്പിലെ ഏറ്റവും മികച്ചതായിരുന്നു. ടൂർണമെന്റിലെ ആദ്യ 5 മത്സരങ്ങളിലും ബ്രസീലിന് വേണ്ടി റിവാൾഡോ ഗോൾ അടിച്ചു. എന്നാൽ ആ ടൂർണമെന്റിലും വിവാദം റിവാൾഡോയെ പിന്തുടർന്നു. തുർക്കിക്കെതിരായ മത്സരത്തിൽ പന്ത് സൈഡ് ലൈനിന് പുറത്തു പോയപ്പോൾ തുർക്കി പ്രതിരോധ നിര താരം ഹക്കൻ ഉൻസൽ കോർണർ ഫ്ലാഗിനടുത്ത് കാത്തുനിന്ന റിവാൾഡോയ്ക്ക് നേരെ പന്ത് അടിച്ചു കൊടുത്തു. ആ പന്ത് റിവാൾഡോയുടെ തുടയിലാണ് കൊണ്ടത്. എന്നാൽ റിവാൾഡോ മുഖം പൊത്തി മൈതാനത്ത് വീണ് അഭിനയിച്ചു. തുടർന്ന് റഫറി ഹക്കൻ ഉൻസലിന് മത്സരത്തിലെ 2ാം മഞ്ഞ കാർഡ് കാണിക്കുകയും കളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വീഡിയോ റിവ്യൂവിലൂടെ റിവാൾഡോ അഭിനയിച്ചതാണെന്ന് തെളിയുകയും ഫിഫ അയാൾക്ക് 11,670 ഫ്രാങ്ക് പിഴ ചുമത്തുകയും ചെയ്തു. ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് ബ്രസീൽ 5ാം തവണയും ലോക ചാമ്പ്യന്മാരായി. 2 ഗോളുകളും റൊണാൾഡോയുടെ വകയായിരുന്നെങ്കിലും 2ലും റിവാൾഡോയ്ക്ക് പങ്കുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേതിൽ റിവാൾഡോയുടെ ഷോട്ട് ജർമ്മൻ ഗോളി ഒളിവർ കാൻ തടുത്തിട്ടപ്പോൾ ആ പന്ത് റൊണാൾഡോയ്ക്ക് കിട്ടുകയായിരുന്നു. 2ാമത്തേത് റിവാൾഡോ ജർമ്മൻ പ്രതിരോധ നിരയെ മണ്ടന്മാരാക്കിയതിൻ്റെ ഭാഗമായി റൊണാൾഡോയ്ക്ക് കിട്ടിയ പന്തായിരുന്നു. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനായി ബ്രസീൽ കോച്ച് ലൂയി ഫിലിപ്പ് സ്കൊളാരി തെരഞ്ഞെടുത്തത് റിവാൾഡോയെ ആയിരുന്നു. ഫിഫ വേൾഡ് കപ്പ് ഓൾ സ്റ്റാർ ടീമിൽ റൊണാൾഡോയ്ക്കും റൊണാൾഡീഞ്ഞോയ്ക്കുമൊപ്പം റിവാൾഡോയും ഉൾപ്പെട്ടു. ക്ലബ്ബ് തലത്തിലും റിവാൾഡോയുടെ കരിയർ ഉയരങ്ങൾ തൊട്ടു. 1997 ബാഴ്സലോണയിലെത്തിയ റിവാൾഡോ ക്ലബിനൊപ്പം 98-ലും 99-ലും ലാലിഗ കിരീടം നേടി. 98-ലെ കോപ്പ ഡെൽ റേയും ബാഴ്സലോണയ്ക്കൊപ്പം റിവാൾഡോ നേടി. 2001 ജൂണിൽ വലൻസിയയ്ക്കെതിരെ ഹാട്രിക് നേടിയ റിവാൾഡോ ബാഴ്സലോണയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ അർഹത നേടിക്കൊടുത്തു. അന്ന് റിവാൾഡോ നേടിയ ഹാട്രിക് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഹാട്രിക്കായാണ് കണക്കാക്കപ്പെടുന്നത്. ബാഴ്സലോണയ്ക്കൊപ്പമുള്ള 5 സീസണുകളിൽ റിവാൾഡോ 130 ഗോളാണ് അടിച്ചു കൂട്ടിയത്. ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളാണ് റിവാൾഡോ. 2002 ഇറ്റാലിയൻ ക്ലബ്ബായ AC മിലാനിലെത്തിയ റിവാൾഡോ ആ ഒരൊറ്റ സീസണിൽ ക്ലബിനൊപ്പം കോപ്പ ഇറ്റാലിയയും യുവേഫ ചാമ്പ്യൻസ് ലീഗും നേടി. 1999 ബാലൻഡിയോറും ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരവും റിവാൾഡോയെ തേടിയെത്തി. ലോകകപ്പും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ബാലൻഡിയോറും നേടിയ 9 കളിക്കാരിൽ ഒരാളാണ് റിവാൾഡോ. 2004 ഫിഫയ്ക്ക് വേണ്ടി പെലെ തെരഞ്ഞെടുത്ത ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച 100 ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിലും റിവാൾഡോ ഉൾപ്പെട്ടു. ബ്രസീലിന് വേണ്ടി 74 മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ റിവാൾഡോ 35 ഗോളാണ് നേടിയത്. ക്ലബ് തലത്തിൽ മൊത്തം 629 കളികളിൽ നിന്ന് 299 ഗോളുകളും റിവാൾഡോ സ്കോർ ചെയ്തു. തൻ്റെ തലമുറയിലെയും ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെയും ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായാണ് റിവാൾഡോ അറിയപ്പെടുന്നത്. മിക്കവാറും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിച്ച റിവാൾഡോ ചിലപ്പോഴൊക്കെ സെക്കൻഡ് സ്ട്രൈക്കറായും കളിച്ചു. കളിമിടുക്കും ക്രിയാത്മകതയും ഒരുപോലെ ഒത്തിണങ്ങിയ കളിക്കാരനായിരുന്നു റിവാൾഡോ. അസാധാരണമായ ഡ്രിബ്ലിംഗ് കഴിവ്, പന്തിനുമേലുള്ള കടുത്ത നിയന്ത്രണം, ബാലൻസ് എന്നിവയെല്ലാം റിവാൾഡോയുടെ പ്രത്യേകതയായിരുന്നു.
വായുവിൽ വളഞ്ഞു പുളഞ്ഞു വരുന്ന ഫ്രീ കിക്കുകൾ എടുക്കുന്നതിൽ വിദഗ്ധനായിരുന്നു റിവാൾഡോ. ഏറെ ദൂരത്ത് നിന്ന് അതിശക്തമായ അടിയിലൂടെ ഗോൾ നേടിയിരുന്ന റിവാൾഡോയ്ക്ക് പെനാൽറ്റി കിക്ക് എടുക്കുന്നതിൽ അസാമാന്യ കൃത്യതയുണ്ടായിരുന്നു. ബൈസിക് കിക്കുകൾ എടുക്കുന്നതിലെ മിടുക്കായിരുന്നു റിവാൾഡോയുടെ മറ്റൊരു പ്രത്യേകത. ഇടം കാലനായിരുന്ന റിവാൾഡോ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക തികവുള്ള കളിക്കാരിൽ ഒരാളായിരുന്നു. ഏറ്റവും പൂർണ്ണതയുള്ള ഒരു ഫുട്ബോൾ കളിക്കാരന് നിർബന്ധമായും വേണ്ട 2 ഗുണങ്ങളായി കണക്കാക്കുന്നത് കളിയിലെ കലാപരമായ മിടുക്കും കാര്യക്ഷമതയുമാണ്. ഇത് രണ്ടും ഒരുപോലെ ഒത്തിണങ്ങിയ ഫുട്ബോളറായിരുന്നു റിവാൾഡോ. സമകാലിക ഫുട്ബോളിൽ ബ്രസീൽ മിസ് ചെയ്യുന്നതും റിവാൾഡോയെ പോലെയൊരു കളിക്കാരനെയാണ്.